ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ടെക് ആർ ട്രാവലർ. അപ്പോൾ ഇന്ന് ഞാനൊരു മൂവി റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മൂവി റിവ്യൂ ചെയ്യുന്നത്. വളരെ ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. ഞാൻ സാധാരണ മൂവി റിവ്യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു നല്ലൊരു സിനിമ കണ്ടു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ മലയാളം മൂവി പ്രേമലു. ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞ ശേഷമാണ് മൂവി കണ്ടത്. എല്ലാം ഒരു നല്ല അഭിപ്രായം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞ ശേഷം തിയേറ്റേഴ്സിലൊക്കെ നല്ല ഹൗസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂവി. ഇതൊരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ വരുന്നൊരു മൂവിയാണ്. കുറേ കാലത്തിന് ശേഷം കുറേ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്നൊരു മൂവി കണ്ടു. എന്താ വെച്ചാൽ നമ്മളിത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കുറേ യൂത്തായിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് നമുക്ക് ചിരിച്ചുകൊണ്ടൊരു സിനിമ കാണാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇത് ഓരോ ഡയലോഗ്സും കോമഡിയാണ്. ഫുൾ കോമഡി ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി നന്നായിട്ട്. എല്ലാവരും കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല ഇമോഷണൽ ടച്ചുള്ള മൂവിയും കൂടിയാണ്. വെറും കോമഡി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു റൊമാൻറ്റിക് ഇതും ഇമോഷണലി ആയിട്ട് കണക്റ്റഡായി വരുന്നൊരു മൂവിയാണ്. മെയിനായിട്ട് ഗിരീഷ് AD അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. എല്ലാ മൂവിയും ഒരു നാച്ചുറൽ വേയിലാണ് പുള്ളി സ്റ്റോറി പറയുന്നത്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സും വളരെ യങ്ങായിട്ടുള്ള ന്യൂ സ്റ്റാർസാണ് ഇതിലുള്ളത്. അപ്പോൾ നല്ലൊരു പുതുമയുണ്ടായിരുന്നു കാണുമ്പോൾ. എല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ എൻജോയ് ചെയ്തു. പിന്നെ ക്യാമറ വർക്കാണെങ്കിലും ഇത് മെയിനായിട്ട് നമ്മൾ ഇത്തരം മൂവീസ് ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ കോളേജ് ലൈഫ്, പിന്നെ കോർപ്പറേറ്റ് ലൈഫ്, അതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു അതിലുള്ള റിലേഷൻഷിപ്സും അതൊക്കെ കാണിക്കുന്നൊരു മൂവിയാണല്ലോ. അപ്പോൾ അധികവും നമ്മൾ മലയാളം മൂവീസ് കേരളത്തിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെയാണ് സാധാരണ കാണുക. അപ്പോൾ ഈ മൂവി ഹൈദരാബാദിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. വേറൊരു സിറ്റി അവർ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു. ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫഹദ് ഫാസിൽ അവരുടെ ടീമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമഡിയും പിന്നെ റൊമാൻസൊക്കെ ഇത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാം നാച്ചുറലായിട്ട് വന്നിട്ടുണ്ട്. ഇതിലെ ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ആക്ടേഴ്സ് എല്ലാവരും സൂപ്പറാണ്. മ്യൂസിക് എല്ലാത്തിനെ കുറിച്ചും പറയണം. സ്ക്രിപ്റ്റ് ആണെങ്കിൽ വളരെ സൂപ്പറായിട്ട് ഒരു പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റാണ്. എല്ലാ ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ പിന്നെ മ്യൂസിക് ആയാലും സൂപ്പറാണ്. മെയിൻ ലീഡിൽ വരുന്ന നസ്ലീനും മമിത ബൈജു ആണ്. അവർ രണ്ടാളുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. അവരെ രണ്ടാളുടെ കോംബോ നമ്മൾക്ക് സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ട്. രണ്ടാളുടെയും പെർഫോമൻസ് പിന്നെ അവരുടെ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നസ്ലീൻ ഒരു പ്രോമിസിങ് ആക്ടറാണ്. നസ്ലീൻ ആയാലും മമിത ബൈജു ആയാലും ഒരു പ്രോമിസിങ് ആക്ടേഴ്സാണ്. അവർക്ക് ഫ്യൂച്ചറിൽ നല്ല റോൾസ് അവരെ കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു ഈ മൂവീസ് കാണുമ്പോൾ. അപ്പോൾ ഈ മൂവി കണ്ടു കഴിയുമ്പോൾ നമുക്കിത് ഒന്നും കൂടി കാണാൻ വേണ്ടി തോന്നുന്നു. എന്താ വെച്ചാൽ അതിലൊരു പെർഫോമൻസും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും എൻജോയ് ചെയ്യാൻ തോന്നുന്നൊരു മൂവിയായിട്ട്. നസ്ലിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന ഈ സംഗീത് പ്രതാപ് എന്ന് പറയുന്ന ആക്ടറും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നാച്ചുറലായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെയുള്ള ബാക്കി പുതിയതായിട്ടുള്ള കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. എല്ലാവരും പുതിയ ആൾക്കാരാണ്. ശ്യാമോഹൻ്റെ ഒരു റോള് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി വന്നിട്ടുണ്ട്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോളാണല്ലോ. അപ്പോൾ ഈ നല്ലൊരു ലുക്കാണ്. പുള്ളി ഒരു ഹീറോ ലുക്കുള്ളൊരു ആക്ടറാണ്. പക്ഷേ പുള്ളിയുടെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മൊത്തമായിട്ട് ഇതിൽ നമുക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. യൂത്തൊക്കെ വളരെ എൻജോയ് ചെയ്യും. പിന്നെ ഫാമിലി ആയിട്ടും നിങ്ങൾക്ക് ഫാമിലീസിനും എല്ലാവർക്കും ചിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. ഇൻ്റർവെൽ വരെ നമുക്ക് നന്നായിട്ട് ചിരിക്കാം. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് സീരിയസ് സംഭവങ്ങളുണ്ട്. പക്ഷെ അതും നമ്മൾ ഒരു ഹ്യൂമർ സെൻസിലാണ് കുറേ കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുള്ളത്. എല്ലാം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന തരത്തിലാണ് ആ മൂവി വന്നിട്ടുള്ളത്. പിന്നെ സപ്പോർട്ടിങ് റോളിലുണ്ടായിരുന്ന അഖില, അൽത്താഫ്, മീനാക്ഷി ഇവരുടെയൊക്കെ പെർഫോമൻസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മളുടെ യൂത്തിൻ്റെ ലേറ്റസ്റ്റ് നമ്മളുടെ ന്യൂ ജനറേഷൻ മൂവി എന്ന് തന്നെ പറയാം. ന്യൂ ജെൻസിൻ്റെ റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഈ മൂവി ഹെൽപ്പ് ചെയ്യും. നമുക്ക് അവരുടെയൊക്കെ ആ ഒരു പുതിയ ജനറേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതൊക്കെ നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പറ്റും. വളരെ ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ടുള്ള മൂവിയാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് വളരെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് പുതിയൊരു സ്റ്റോറി എന്നും പറയുന്നില്ല, നമ്മൾ നോർമൽ ഇത് തന്നെയാണ്. പക്ഷേ ഇതിലൊരു ന്യൂനെസ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ആൾക്കാരുടെ പെർഫോമൻസും അതിൻ്റെ ആ സ്ക്രിപ്റ്റിലെ ഒരു ഹ്യൂമർ സെൻസൊക്കെ കൊണ്ട് വളരെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എന്തായാലും മൂവി ഇപ്പം ഭയങ്കരമായി സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ മൂവി ഭയങ്കര സക്സസ് ആയതിൽ കൺഗ്രാറ്റ്സ് ടു ഓൾ ദ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ്. എല്ലാവർക്കും ഇനിയും നല്ല മൂവീസ് ചെയ്യാൻ പറ്റട്ടെ. നമുക്കും അങ്ങനെയുള്ള മൂവീസ് കാണാൻ ഉള്ളൊരു ചാൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിൽ ആ ഒരു മൂവിയുടെ പാർട്ടായി മാറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസും ഞാൻ ഇതിൽ ചെയ്യുന്നതായിരിക്കും. എൻ്റെ പ്ലേലിസ്റ്റൊക്കെ നോക്കാം.
കുറച്ചും കൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, എനിവേസ്, സീ യു ഗൈസ്.